ഞാൻ ഇതുവരെ ട്രൈ ചെയ്യാത്തൊരു ഐറ്റമാണ് കേട്ടോ ഇന്ന് വരയ്ക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ചെറിയ ടെൻഷനുണ്ട് ഇത് എവിടെ ചെന്ന് അവസാനിക്കും എന്നുള്ളത്. ഈ ഓരോ ഷോർട്സിലും ഞാൻ ഈ ഡെയ്സി പൂക്കൾ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടത്തോടെ നോക്കാറുണ്ട്, ഒന്ന് ട്രൈ ചെയ്താലോ എന്ന്. പക്ഷേ അതിനുള്ള കോൺഫിഡൻസ് എനിക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ ശ്രമം ഉപേക്ഷിച്ചതായിരുന്നു. പിന്നെ ഇന്ന് രണ്ടും കൽപ്പിച്ച് ഞാൻ ഇറങ്ങി. എൻ്റെ ചിത്രരചനയെക്കുറിച്ച് പറയുവാണെങ്കിൽ, കൊച്ചിലെ തൊട്ടേ ഈ ചിത്രരചന മത്സരത്തിൽ പങ്കെടുക്കുന്നവരാരാന്ന് ടീച്ചർ ചോദിക്കുമ്പോൾ മുമ്പ് എന്തെങ്കിലും ഉണ്ടാവട്ടെ എൻ്റെ കൈയായിരിക്കും ആദ്യം പൊങ്ങുക. അങ്ങനെ എല്ലാ മത്സരത്തിലും ഞാൻ പങ്കെടുക്കാറുണ്ട്. പക്ഷെ എനിക്ക് പ്രൈസ് ഒന്നും കിട്ടാറില്ല, കാരണം വേറെ വരയ്ക്കുന്ന നല്ല പിള്ളേരുണ്ട് സ്കൂളിൽ എന്നും കരുതി എൻ്റെ ശ്രമമൊന്നും ഞാൻ ഉപേക്ഷിച്ചിട്ടില്ലായിരുന്നു. പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് അത് നമുക്ക് മസ്റ്റാണ്. സ്റ്റിച്ചിങ് പഠിക്കാൻ പോയിക്കൂടെ എന്ന് കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിലും സത്യത്തിൽ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഡ്രോയിങ് പഠിക്കാനായിരുന്നു കേട്ടോ. അത് ഞാൻ ഉമ്മ അടുത്ത് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്, ഉമ്മ അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ കുറച്ച് ദൂരമാണ് അതിൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ എന്ന് അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ ആ ശ്രമം അവിടെ ഉപേക്ഷിച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കുഞ്ഞു മക്കൾക്ക് എന്തെങ്കിലും ഇതുപോലത്തെ ആക്ടിവിറ്റിയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ മാക്സിമം അവരെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കാരണം അവരുടെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ സാധിപ്പിക്കുന്നതിലൂടെ നമ്മുടെ കൂടെ മനസ്സാണ് നമ്മളെ നിറയ്ക്കുന്നത്. അവരുടെ സന്തോഷമാണല്ലോ നമ്മുടെ സന്തോഷം. അപ്പോൾ എന്തായാലും നമ്മുടെ പെയിൻറ്റിങ് ഏകദേശമൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇച്ചിരിയും കൂടെ ഒക്കെ നീറ്റാക്കി ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ എല്ലാ ബ്രഷും കൊള്ളത്തില്ല, എല്ലാം നല്ല വിടർന്നായിരിക്കുന്നത്. ഞാൻ വരയ്ക്കുന്ന രീതിയിലൊന്നും ആൾ വഴങ്ങുന്നില്ല. ബ്രഷിനെ കുറ്റം പറഞ്ഞ് രക്ഷപ്പെടാമെന്നൊന്നും പറയുന്നില്ല. എന്തായാലും ബ്രഷ് നീറ്റായി കഴിഞ്ഞാലും നീറ്റ് അല്ലെങ്കിലും ഏകദേശം പിക്ചർ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇനിയിപ്പോൾ ഇഷ്ടമായിട്ടില്ലെങ്കിലും ലൈക്ക് ചെയ്യുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പിന്നെ പ്രത്യേകം പറയണ്ടല്ലോ.